അസാധ്യമെന്ന് കരുതിയ വികസന പ്രവർത്തനങ്ങൾ ഇടതുഭരണത്തിൽ നടപ്പിലായെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷമെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത് കേവലമായ അവകാശവാദമല്ല, വെറും വാചകമടിയല്ല. എനിക്ക് മുമ്പുള്ള മന്ത്രിമാർ ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു. നാഷണൽ ഹൈവേ 2016 ഉപേക്ഷിച്ചു പോയതാണ്. ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയതാണ്. ഇപ്പോൾ 45 മീറ്ററിൽ അതിവിശാലമായി നാഷണൽ ഹൈവേയുടെ പണി അത്ഭുതകരമായ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് മാസത്തിൽ നാഷണൽ ഹൈവേ പൂർത്തിയാകുമ്പോൾ അത് ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന പദ്ധതിയായിട്ട് മാറും. കേരളത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നായിട്ടത് മാറും. നാഷണൽ ഹൈവേയുടെ അത് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേ എങ്കിൽ ഒരു വശത്തുകൂടെ മലയോര ഹൈവേ, വേറൊരു വശത്തുകൂടി തീരദേശ ഹൈവേ, രണ്ടിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വെള്ളത്തിലൂടെ ജലപാത, ദേശീയ ജലപാത, ബേക്കലിൽ നിന്ന് കോവളത്തേക്ക് ജലപാത. ഈ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അവർക്ക് എത്രയും കടമെടുക്കാം, നമുക്ക് കടമെടുക്കാൻ പാടില്ല. അവർക്കെന്തുമാകാം, നമുക്കൊന്നും പാടില്ല. ഇതാണ് സമീപനം.